യൂട്യൂബ് ചാനലിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസും സർക്കാരും സ്വീകരിച്ച നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി അൻസിബ ഹസൻ രംഗത്ത്. തന്നെ അപമാനിച്ച പ്രതികൾക്കെതിരെ പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതി കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമായിട്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്ന് അൻസിബ ആരോപിച്ചു. ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ പരമാവധിയിലെത്തിച്ച് അസത്യ പ്രചാരണം നടത്തിയവർക്കെതിരെയാണ് താൻ പരാതി നൽകിയത്. എന്നാൽ അൻസിബ നൽകുന്ന പരാതികൾ അന്വേഷിക്കലല്ല കേരള പോലീസിന്റെ ജോലിയെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കുന്നു. പ്രതികളുടെ നിലവിലെ പ്രവൃത്തി തന്റെ സ്ത്രീത്വത്തെയും വ്യക്തിത്വത്തെയും അങ്ങേയറ്റം അപമാനിക്കുന്നതാണെന്ന് ബോധ്യമുള്ളതിനാലാണ് നിയമപരമായി മുന്നോട്ടു പോയത്. അധികാരികൾക്ക് ഇത് അപമാനമായി തോന്നുന്നില്ലെങ്കിൽ പരാതി നൽകിയതിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും എന്നാൽ നീതി തേടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും അൻസിബ കൂട്ടിച്ചേർത്തു. നഷ്ടപ്പെടുന്നത് തന്റെ അന്തസ്സും സ്ത്രീത്വവുമാണെന്നും വേട്ടക്കാർ തങ്ങളിലേക്ക് എത്തുന്നതുവരെ മറ്റുള്ളവർ സുരക്ഷിതരാണെന്ന് ഓർക്കണമെന്നും അൻസിബ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സംസ്ഥാന പോലീസ് മേധാവിയും ടാഗ് ചെയ്താണ് അൻസിബ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെ ഏത് തുലാസിലാണ് നിങ്ങൾ അളക്കുന്നതെന്ന് വ്യക്തമാക്കണം. എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ ക്ഷമിച്ചു കളയാൻ ഞാൻ തയ്യാറാണ്. എന്നെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തുകയും ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിന്റെ പരമാവധിയിൽ എത്തിച്ച് അസത്യ പ്രചാരണം നടത്തുകയും ചെയ്ത പ്രവർത്തികൾക്കെതിരെ ഞാൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയം കേവലം ഒരു മാനനഷ്ട കേസ് മാത്രമാണെന്നാണ് പാലാരിവട്ടം പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം അൻസിബ നൽകുന്ന പരാതികൾ അന്വേഷിക്കലല്ല കേരള പോലീസിന്റെ ജോലിയെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന്റെ ഏത് തുലാസിലാണ് നിങ്ങൾ അളക്കുന്നതെന്ന് വ്യക്തമാക്കണം. എങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ ക്ഷമിച്ചു കളയാൻ ഞാൻ തയ്യാറാണ്. പ്രതികളുടെ നിലവിലെ പ്രവൃത്തി എന്റെ സ്ത്രീത്വത്തെയും വ്യക്തിത്വത്തെയും അങ്ങേയറ്റം അപമാനിക്കുന്നതാണെന്ന് ബോധ്യമുള്ളതിനാലാണ് ഞാൻ നിയമപരമായി പരാതി നൽകിയത്. ഇനി അധികാരികൾ കാണുന്ന സ്ത്രീകൾക്ക് ഇത് അപമാനമായി തോന്നുന്നില്ലെങ്കിൽ ഞാൻ നൽകിയ പരാതിയുടെ പേരിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നീതി തേടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് എന്റെ അന്തസ്സിനെയാണ്, എന്റെ സ്ത്രീത്വത്തെയാണ്. അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അനുഭവിക്കുന്നവൾക്ക് മാത്രമേ മനസ്സിലാകൂ. നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. കാരണം ആ വേട്ടക്കാർ നിങ്ങളിലേക്ക് എത്തുന്നതുവരെ നിങ്ങൾ സുരക്ഷിതരാണല്ലോ. ഒന്നോർക്കുക, ഹിൽ പാലസ് കേസിലും കടവന്ത്ര കേസിലും നിങ്ങൾ ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് ജനമധ്യത്തിൽ നാണം കെട്ട് നീതി നടപ്പിലാക്കേണ്ടി വന്നു. ഈ കേസിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ ഭരണകൂടത്തിന്റെ സകല ശക്തിയും നിങ്ങൾ പാലാരിവട്ടം കേസിനായി ഉപയോഗിച്ചാലും അതിനെല്ലാം അതിജീവിച്ച് എന്റെ സ്ത്രീത്വവും നീതിയും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും, തീർച്ച എന്നാണ് അൻസിബയുടെ വാക്കുകൾ. നടി ലക്ഷ്മിപ്രിയ യൂട്യൂബ് ചാനലിലൂടെ അപമാനിച്ചെന്ന അൻസിബ ഹസന്റെ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. പാലാരിവട്ടം പോലീസ് ഇക്കാര്യം അൻസിബയെ അറിയിക്കുകയായിരുന്നു. വീഡിയോ വിശദമായി പരിശോധിച്ചതിൽ ഡിഫമേഷൻ വകുപ്പ് പ്രകാരമുള്ള കുറ്റം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നും മറ്റ് ഒഫൻസുകളൊന്നും നടന്നിട്ടില്ല എന്നും വ്യക്തമാകുന്നു. അതിനാൽ BNSS വകുപ്പ് 222(1) പ്രകാരം പോലീസ് നടപടികൾക്ക് സാധുതയില്ല എന്നാണ് പോലീസ് അൻസിബയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത്.